ജിയോ എയർ ഫൈബർ കണക്ഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജിയോ കണക്ഷൻ എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ജിയോ സിമ്മാണോ ഉപയോഗിക്കുന്നത് അഥവാ ജിയോ മൊബൈലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ആ ഏരിയയിൽ അതിൻ്റെ കപ്പാസിറ്റി ജിയോ എയർ ഫൈബർ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഈ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കണക്ഷൻ എടുക്കാൻ സാധിക്കും. അതിനായി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ജിയോ വെലോസിറ്റി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്പ് സെറ്റ് കൊടുക്കുക. ആപ്പ് സെറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിന് ചോദിക്കുന്ന പെർമിഷനൊക്കെ നിങ്ങൾ അലൗ ചെയ്ത് കൊടുക്കുക. അലൗ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ കാണാം ജിയോ 4G ഗുഡ് ആവറേജ് എന്നൊക്കെ കാണാം. ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ടൊരു മോർ ഒരു ഓപ്ഷൻ കാണാം. ഈ മോർ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയതിന് ശേഷം ഇവിടെ അഡ്വാൻസ്ഡ് മോഡ് എന്ന് കാണാം. ഈ അഡ്വാൻസ്ഡ് മോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ഇവിടെ ജിയോയുടെ DBM കാണാം. ഇവിടെ 90, നിങ്ങൾക്ക് 100-ന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് കണക്ഷൻ തരികയുള്ളൂ. നമുക്കിപ്പോൾ ഫസ്റ്റ് ഇവിടെ തുറക്കുന്ന സമയത്ത് തന്നെ 89 മുതൽ 100 വരെയുള്ള ഏരിയയിൽ നിങ്ങളുടെ DB ഉണ്ടെങ്കിൽ നമുക്കിവിടെ ജിയോ എയർ ഫൈബർ കണക്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ജിയോ എയർ ഫൈബർ എടുക്കണമെങ്കിൽ ഈ ഒരു സിഗ്നൽ സ്ട്രെങ്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നെറ്റ് വെലോസിറ്റി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം. ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് ശേഷമേ നിങ്ങൾക്ക് കണക്ഷന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ശശിയായി തിരിച്ചു വരേണ്ടത് വരും. നിങ്ങളുടെ ഏരിയയിൽ എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.